പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിരുന്ന ജോഷു സൊറ്റീരിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ISL 10ാം സീസണിലേക്ക് വേണ്ടി സൈൻ ചെയ്തെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു മത്സരം പോലും കളിക്കാൻ സാധിക്കാതെ പോയ ഒരു താരമാണ് ജോഷു സൊറ്റീരിയോ. വലിയൊരു തുക മുടക്കിയായിരുന്നു താരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചത്. മാത്രമല്ല 2 വർഷത്തെ കോൺട്രാക്റ്റ് ആയിരുന്നു താരത്തിന് ഉണ്ടായിരുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു മത്സരം പോലും കളിക്കാൻ ജോഷുക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പോൾ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന പേജ് ജോഷു സൊറ്റീരിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് ഓസ്ട്രേലിയൻ താരമായിട്ടുള്ള ജോഷിയുടെ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് ഫുട്ബോൾ എക്സ്ക്ലൂസീവ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്ത സീസൺ മുതൽ ഏഷ്യൻ പ്ലെയറിന്റെ ആ ഒരു റോള് ഉണ്ടാകില്ല. അതുകൊണ്ടാണ് ജോഷിയുടെ കോൺട്രാക്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ടെർമിനേറ്റ് ചെയ്തത് എന്നൊക്കെയാണ് ഫുട്ബോൾ എക്സ്ക്ലൂസീവ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു വാർത്ത ശരിയാണെങ്കിൽ ജോഷു സൊറ്റീരിയോ അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഉണ്ടാകാനുള്ള ചാൻസ് കുറവാണ്. താരത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത് 2 വർഷത്തെ കോൺട്രാക്റ്റിലായിരുന്നു. എന്നിരുന്നാലും ജോഷുവുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. അടുത്തൊരു വാർത്ത നമുക്കറിയാം, കഴിഞ്ഞ 3 വർഷമായി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുള്ള ഒരു ക്രൊയേഷ്യൻ താരമാണ് മാർക്കോ ലെസ്കോവിച്ച്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിൽ അത്രമാത്രം മികച്ച പ്രകടനമായിരുന്നു താരം പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ലെസ്കോവിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ടിരുന്നു. അങ്ങനെ ഇപ്പോൾ മാർക്കോ ലെസ്കോവിച്ചിനെ പുതിയൊരു ടീം സ്വന്തമാക്കിയിട്ടുണ്ട്. NK സ്ലാവൻ ബെലൂപ്പോ എന്ന ഒരു ക്രൊയേഷ്യൻ ടീമാണ് ലെസ്കോയെ ഇപ്പോൾ ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത്. നിലവിൽ ഈ ഒരു ക്ലബ്ബ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലീഗിൽ വളരെ മോശം പ്രകടനമാണ് NK സ്ലാവൻ ബെലൂപ്പോ എന്ന ഈ ഒരു ടീം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും ലെസ്കോവിച്ചിന് ആ ഒരു ക്രൊയേഷ്യൻ ടീമിന് വേണ്ടി മികച്ച ഫോമിൽ കളിക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. മാർക്കോ ലെസ്കോവിച്ചിന് ഇന്ത്യയിൽ തുടരാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ക്രൊയേഷ്യൻ ക്ലബിന്റെ ആ ഒരു ഓഫർ താരം സ്വീകരിച്ചത്. അടുത്തൊരു വാർത്ത, അങ്ങനെ ഈസ്റ്റ് ബംഗാൾ പുതിയൊരു യുവതാരത്തിന് ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട്. 22 വയസ്സ് പ്രായം വരുന്ന ഒരു മിഡ്ഫീൽഡറിനെയാണ് ഈസ്റ്റ് ബംഗാൾ ഇപ്പോൾ ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത്. മാർക്ക് സോദൻ പ്യുവ എന്ന 22 വയസ്സ് പ്രായം വരുന്ന ഒരു താരത്തിനെയാണ് ഈസ്റ്റ് ബംഗാൾ മാത്രമല്ല 3 വർഷത്തെ കോൺട്രാക്റ്റിലാണ് താരത്തിന് ഈസ്റ്റ് ബംഗാൾ സൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.